ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കീരിയോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക്, ഞാനൊക്കെ കുക്കിംഗ് തുടങ്ങുമ്പം ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൊരു കറിയും ഉപ്പേരിയൊക്കെയാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഇത് പറഞ്ഞുതരാമെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പൊടികളിടാം. 2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് ഇത് കുറച്ച് ടൈം ഇതൊന്ന് പിടിക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1.5 വലിയ ഉള്ളിയും 5 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് 3 എണ്ണവും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1.5 തക്കാളി, പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക. 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ കുറച്ച് വറ്റൽമുളക്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ വറ്റൽമുളക് 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരണ പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ്, ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും വറ്റൽമുളകും എല്ലാം ആയിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ലിഡ് വെച്ചിട്ട് നമുക്കൊരു 5 to 8 മിനിറ്റ്സോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടി കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊരു ലിഡ് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതോടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി റെഡിയായി. അടുത്തതായിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ആ ഒരു മിക്സ്ചർ നമുക്ക് മാക്സിമം ഒരു 3-4 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തൈരാണ് യൂസ് ചെയ്യുന്നത്. ചില ആളുകൾ തൈര് ഉടച്ചിട്ട് ചേർക്കും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷേ ഇതൊരിക്കലും
തിളച്ച് പോകാൻ പാടില്ല. നമ്മൾ തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അവസാനമായിട്ട് നമുക്കൊരു ഓംലേറ്റും കൂടി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് സെയിം മിക്സ്ചറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ ചോപ്പറിൽ തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തേക്കണത്. എന്നിട്ടൊരു പാനിൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഓംലേറ്റ് റെഡിയായി. അങ്ങനെ ഫൈനലി നമ്മുടെ മോര് കറിയും ഉപ്പേരിയും ഓംലേറ്റും എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഇനി നമുക്ക് ലഞ്ചിന് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതോടെ എൻ്റെ വീഡിയോ എൻഡ് ചെയ്യാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.